ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു പഴംപൊരി ഉണ്ടാക്കാം. അതിനായിട്ട് ഈ കാണുന്ന കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്തത് ഒരു ചെറിയ സ്പൂൺ ഇഡ്ഡലി മാവ്, ഇനി 2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്, ഒരു ശകലം മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് ഇതൊരു തിക്ക് ബാറ്ററായിട്ട് മാറ്റി വെക്കണം. ഇതൊരു അരമണിക്കൂർ സമയം നമുക്ക് ഈ ബാറ്റർ ഒന്ന് യോജിക്കാനായിട്ട് മാറ്റി വെക്കണം. അരമണിക്കൂറിന് ശേഷം മാത്രമേ പഴംപൊരി ഉണ്ടാക്കാവൂ. ഇതിനകത്ത് നമ്മൾ സോഡാപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ നല്ല കൊമളിച്ച് പൊള്ളിച്ച് നല്ല ഭംഗിയുള്ള ഒരു പഴംപൊരിയായിട്ട് ഇത് മാറും. ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ മൈദയാണ്. കുറച്ച് ഭാഗം 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ കടലമാവ് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്, 1 സ്പൂൺ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ്, 2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളുപ്പ്, മഞ്ഞൾപ്പൊടി. മാവ് കലക്കുമ്പോൾ ഒരു തിക്ക് ബാറ്റർ ആയിരിക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചൂടായ എണ്ണയിലേക്ക് നന്നായിട്ട് എണ്ണ ചൂടാകണം. എന്നിട്ട് മീഡിയം തീയിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം കുറേശ്ശെ മാവിൽ മുക്കി ഏത്തപ്പഴം ഇടണം. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഏറ്റവും രുചി. ഇനി ഇട്ട ഉടനെ തന്നെ ചട്ടുകം കൊണ്ട് അല്ലെങ്കിൽ തവി കൊണ്ട് തൊടരുത്. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടാവൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തീ മീഡിയത്തിൽ വെക്കണം. അതുപോലെ തന്നെ തീ തീരെ കുറയാനും തീ ഒരുപാട് കൂടാനും പാടില്ല. തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. കോരാൻ നേരത്ത് ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് കോരുവാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ സ്വാദിഷ്ടമായ ഒരു പഴംപൊരിയാണ്. ഇതേ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കി നവരാത്രി 5-ാമത്തെ ദിവസം നമുക്ക് ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാം. ഇഡ്ഡലി മാവിൻ്റെ അളവ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് വരും. 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ ചേർത്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അനുസരിച്ചിട്ട് ചേർക്കണം. എന്നാലും വളരെ കുറച്ച് മാത്രം ചേർക്കുക. മൈദയാണ് കൂടുതൽ ചേർക്കേണ്ടത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും മതി. കടലമാവ് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.